ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഗുജറാത്തിക്ക് തിരിച്ചെത്തി ഗൈസ്. നമ്മള് 2 വർഷമായിട്ട് നാട്ടിലായിരുന്നു. നമ്മൾ വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ ട്രാവലിംഗ് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ 1 വീക്കായി എത്തിയിട്ട് അപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. വ്ലോഗൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഗൈസ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഗുജറാത്തിലെ കുറെ കാഴ്ചകളായിട്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ്. ഇവിടെ കുറെ ഗുജറാത്തി ഫുഡ് കുറെ ഉണ്ട് ഗൈസ്. അപ്പൊ അതിൽ ഒരു മെയിൻ ഫുഡാണ് ഇവിടെ ഗുജറാത്തി താലി. ഗുജറാത്തി താലിയാണ് മെയിൻ. അപ്പൊ ആ താലിയാണ് ഗൈസ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെട്ട് നമ്മൾ അതാണ് ഇന്ന് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ സദ്യ നമ്മൾ കഴിക്കില്ല, കുറെ കറി വെച്ചിട്ട്. അതുപോലെയാണ് അതിനെക്കാട്ടി കുറെ കറികളുണ്ട് ഗൈസ്. കറികൾ എല്ലാവരും താലി ഒരാൾക്കിപ്പോ മാക്സിമം നമുക്ക് കഴിച്ച് തീരുമെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഫുഡ് ഉണ്ട്. പിന്നെ ഇവിടെ നോർമലി ആൾക്കാർ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കും. പക്ഷെ ഇത്ര കറികൾ ഉണ്ടല്ല, കുറച്ച് കുറവായിരിക്കും. ഒരു 4-5 കറി വെച്ചിട്ട് വീട്ടില് എല്ലാ ദിവസവും അവര് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിൽ പോലെ ഒരു കറി ഉപ്പേരി അങ്ങനെയല്ല ഇവിടെ. വേറെ ടോട്ടലി വേറെ. അപ്പൊ നമുക്ക് ആ ഡിഷ് നമുക്ക് കാണിച്ചു തരാം എന്താണ് ഗൈസ്. അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളായിട്ട് നമുക്കത് താലി എന്തായാലും കാണും ഗൈസ്. ഇതാണ് നമ്മുടെ ഗുജറാത്തി താലി. ഈ താലി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ താലിയാണ്. ഇതിൽ കുറെ കറികൾ ഉണ്ട് ഗൈസ്. ഞാൻ ഒന്നൊന്നായി പരിചയപ്പെടുത്താം ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ സാധാ റൊട്ടി, ചപ്പാത്തി, ഇത് റൈസ്, ഇതിന് മേലെ ദാൽ കറിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ദഹിവട. നമ്മള് നാട്ടില് ഉണ്ടാവും തോന്നുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ രീതിക്ക് ദഹിവട. പിന്നെ ഇതൊരു സ്വീറ്റ് ആണ് കേട്ടോ ഗൈസ്. ഇതൊരു സ്വീറ്റ് ആണ് ഇവിടുത്തെ. പിന്നെ ഇതിന്റെ കറിന്റെ ചില പേര് എനിക്ക് അറിയില്ല. ഞാൻ അറിയണ കറിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ട്. ഇതൊരു കറിയാണ്. പിന്നെ ഇത് ദാൽ കറി തന്നെയാണ്, വേറൊരു രീതിക്ക് ഉണ്ടാക്കിയ ദാൽ കറി. ഇതും ദാലാണ്. ഇത് ആലുവിന്റെ സബ്ജിയാണ്. ആലു പറഞ്ഞ പൊട്ടാറ്റോ സബ്ജി. ഇത് ബ്രിഞ്ചൽ സബ്ജി. പിന്നെ ഇത് പനീർ സബ്ജി. പനീർ അറിയാലോ, പനീർ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഡോക്ല വന്നിട്ട്. നമ്മുടെ അവിടെ നാട്ടില് ഇഡ്ഡലി ഉണ്ടാക്കില്ല നമ്മൾ, അതുപോലെ ഒരു ഐറ്റം ആണ് ഡോക്ല വന്നത്. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യൻ ഫേമസ് ആണ്. ഇനി നമ്മുടെ സാധാ ഇവിടുത്തെ പപ്പടം. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ പപ്പടം എന്താ അറിയില്ല. പിന്നെ ഇത് സലാഡ് ഗൈസ്. കുറെ ടൈപ്പ് സലാഡ് ഉണ്ട്. സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ലെമൺ ഉണ്ട്. നമുക്ക് സലാഡിന്റെ മേലെ ലെമനൊക്കെ വെച്ച് കഴിക്കാൻ ലെമൺ ഉണ്ട്. പുതിന ചട്നി ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ കൂടെ ഒരു രീതിയാണ് കേട്ടോ കഴിച്ച്. മുളക് വറുത്ത് കടിക്കും. അപ്പൊ അതിന് മുളക് ഉണ്ട്. പിന്നെ ചാസ് പറഞ്ഞാൽ നമ്മള് കേടും കൊണ്ട് ഉണ്ടാക്കുന്ന ലസ്സി കേടും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇവിടെ എല്ലാരും കുടിക്കുന്ന സാധനം. കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആകാൻ നല്ലതായതുകൊണ്ട് ഇവിടെ എല്ലാരും കഴിക്കുന്ന സാധനം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗുജറാത്തി താലി. അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഗുജറാത്ത് വരുമ്പോ മറക്കാണ്ട് കഴിക്കുക ഗൈസ്. ഗുജറാത്തി താലി അടിപൊളി സാധനമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇനി കഴിച്ചു നോക്കാം ഗൈസ്. ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. ഞങ്ങള് കൊറേ കഴിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങക്ക് നമ്മളെന്തായാലും ഇത് നമ്മൾ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വീഡിയോസിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം കഴിക്കാൻ പോകുമ്പോ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നാണ് കേട്ടോ. ഇതെല്ലാം പരിചയപ്പെടുത്താൻ. ഇതാണ് നമ്മുടെ ഗുജറാത്തി താലി. ഗുജറാത്തിലെ സ്പെഷ്യൽ ഗുജറാത്തി താലി. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറെ ഇവിടെ നമുക്ക് താലി അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് തരും കേട്ടോ ഗൈസ്. ഏതൊക്കെ തരം നമുക്ക് വേണം പറഞ്ഞാലും അവർ തരും. അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ. ഞാൻ മൈക്കൊക്കെ വെച്ച് പറയുന്നത് എന്നാലും അറിയില്ല. പിന്നെ എല്ലാ കറികളും അടിപൊളിയുണ്ട്. കുറെ നമ്മുടെ മധുരമിട്ട് കറികളാണ് കേട്ടോ ഗൈസ്. കുറെ സ്വീറ്റ് ആയ കറികളാണ്. പിന്നെ കുറെ സ്പൈസ് കുറവാണ്, എന്നാലും സ്വീറ്റ് ആയ കറികളുണ്ട്, സ്പൈസ് ഇട്ട കറികളും ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് അടിപൊളിയാണ് കറി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് വരുമ്പോ ട്രൈ ചെയ്യുക ഗൈസ്. ഞങ്ങളെല്ലാം കഴിച്ചിറങ്ങി. വയറ് ഫുള്ളായി ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുറെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മോസ്റ്റ് ഓഫ് നമ്മൾ ഗുജറാത്തിൽ നോക്കിയാൽ കുറെ സ്വീറ്റ് ആയിരിക്കും. കറികളൊക്കെ സ്വീറ്റ് ആയിരിക്കും.
അപ്പൊ ഞങ്ങളെല്ലാം കഴിച്ചിറങ്ങി ഗൈസ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത ഇതേപോലെ രസകരമായ വീഡിയോസ് ഇനിയും കാണാം ഗൈസ്. ഗുജറാത്തിന് കുറെ സ്പെഷ്യാലിറ്റി നമുക്ക് ഇനി കാണിക്കുന്നതായിരിക്കും വീഡിയോസിൽ. അപ്പൊ അതുവരെയ്ക്ക് ബൈ.